viewers, welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ മിസ് എന്ന് വന്നത് നമുക്ക് ഒരു ചാപ്റ്റർ ഒറ്റയടിക്ക് പഠിച്ചാലോ? അതെ, നമ്മുടെ അവർ സ്കൂളിൽ ഹാപ്പി പ്ലേസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ പോവാണ്. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. അപ്പൊ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് സ്കൂള്. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി പ്ലേസ് ആണ് സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ സ്കൂളുകളൊക്കെ നോർമലി ഗ്രീൻ സ്കൂൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ ഈസ് എ ഗ്രീൻ സ്കൂൾ? എന്തുകൊണ്ടാണ് ഒരു ഗ്രീൻ സ്കൂൾ, അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ ഗ്രീൻ സ്കൂൾ എന്ന് വിളിക്കുന്നത്? ഗ്രീൻ സ്കൂൾ ഇസ് എ സ്കൂൾ വെയർ വി മാനേജ് അവർ വേസ്റ്റ്, സേവ് വാട്ടർ, യൂസ് ഇലക്ട്രിസിറ്റി കെയർഫുള്ളി ആൻഡ് മേക്ക് ദ ക്യാമ്പസ് ഗ്രീൻ ബൈ പ്ലാന്റിംഗ് മോർ ട്രീസ്, ടേക്കിംഗ് കെയർ ഓഫ് ദം. ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുക. അതേപോലെ തന്നെ വേസ്റ്റുകൾ അല്ലെ, നമ്മുടെ ഇപ്പോൾ ഒരുപാട് വേസ്റ്റ് ടൈപ്പുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഫുഡ് വേസ്റ്റുകൾ ഉണ്ടായിരിക്കും, പല പല വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. പിന്നെ ഇലക്ട്രിസിറ്റി വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മളിങ്ങനെ ഓൺ ചെയ്തിട്ട് വെറുതെ ഫാനും ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ട് ഒരുപാട് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യില്ലേ? അപ്പൊ അതുപോലെയുള്ള സാധനങ്ങൾ. പിന്നെ വാട്ടർ നമ്മൾ സേവ് ചെയ്യുക ഇല്ലേ? നമ്മൾ വെറുതെ പോകുന്ന വാട്ടർ ഒക്കെ സേവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ പ്ലാന്റിങ് ട്രീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ സ്കൂൾ ആണ് എന്ന് പറയാം. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, കെയർഫുൾ ആയിരിക്കണം അല്ലെ? അപ്പൊ ഹൗ ക്യാൻ ഐ മേക്ക് സ്കൂൾ ഗ്രീനർ? എങ്ങനെ നമുക്ക് സ്കൂൾ ഗ്രീനർ ആക്കാം? ഐ ക്യാൻ മേക്ക് സ്കൂൾ ബൈ ദ ഗ്രീനർ ബൈ managing our waste, saving water, using electricity wisely and planting more trees, taking care of them. നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? അത് ആൻസർ ചെയ്യാം. ഇനി നമ്മുടെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ എപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സും നമ്മുടെ ക്ലാസ് റൂം ഒക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരാൾ ചെയ്യണമെന്നില്ല, നമ്മളെ തന്നെ എന്ത് ചെയ്യുക? നമുക്ക് ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ എല്ലായിടവും നല്ല ക്ലീൻ ആക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരു സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ഒരു മിഷൻ നമ്മുടെ വിദ്യാലയങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സ്വച്ഛ് ഭാരത് സ്വച്ഛ് വിദ്യാലയ, ക്ലീൻ ഇന്ത്യ ക്ലീൻ സ്കൂൾസ്, ഇതാണ് ആക്ച്വലി അതിന്റെ മോട്ടോ എന്ന് പറയുന്നത്. സ്കൂളുകളെല്ലാം ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇസ് എ പാർട്ട് ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻസ് സ്റ്റാർട്ട് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മിഷനാണ് ഫോർ ക്ലീനിങ് സ്കൂൾ എന്ന പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ഇത് ഫോക്കസ് ഓൺ കീപ്പിംഗ് സ്കൂൾസ് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫോർ ഓൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്ലീൻ ടോയ്ലറ്റ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്, ഹൈജീൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കൂള് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് നമ്മുടെ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഇതിൽ വരുന്ന ഈ ഒരു മിഷൻ. റെഡി? ഇനി നമുക്ക് പല രീതിയിലുള്ള വേസ്റ്റുകൾ ഇല്ലടാ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സോളിഡ് ടൈപ്പ് വേസ്റ്റുകൾ ഉണ്ട്, ലിക്വിഡ് ടൈപ്പ് വേസ്റ്റുകൾ ഉണ്ട്, ആൻഡ് അതേപോലെ വെറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, പല പല രീതിയിലുള്ള വേസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളൊരു ചോക്ലേറ്റ് വെച്ച് അതിൻ്റെ ഒരു കവർ ഇട്ടു, അതേസമയം നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടിട്ടു, പിന്നെ അതേപോലെ പേപ്പർ വേസ്റ്റുകൾ ഇട്ടു, അങ്ങനെ ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ എങ്ങനെയാണെന്ന് മാനേജ് ചെയ്യുക? ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ വി ക്യാൻ റെഡ്യൂസ് വേസ്റ്റ് ബൈ യൂസിങ് ഓൺലി ദാറ്റ് വി നീഡ്, റീയൂസിങ് things and not throwing away from the useful items. അപ്പൊ ചില സാധനങ്ങൾ നമ്മൾ വെറുതെ വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനങ്ങളിൽ നിന്ന് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അതൊന്നും ആലോചിച്ച് നോക്കുക. നമുക്ക് അതിൽ നിന്ന് വീണ്ടും പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റും ചെയ്യാം, അതേപോലെ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഹൗ സം വേസ്റ്റ് ക്യാൻ സച്ച് ആസ് ഫുഡ് പീൽസ്, ലെഫ്റ്റ് ഓവേഴ്സ്, പേപ്പർ സ്റ്റിൽ റിമെയിൻ. അപ്പൊ നമ്മൾ ഈ പേപ്പർ പോലെയുള്ള ഐറ്റംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് പോകുന്ന ആളുകൾ. അപ്പൊ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ത്രോ ചെയ്ത് കളയാതെ നമ്മൾ ഇതേപോലെയുള്ള ആളുകൾക്ക്, റീസൈക്ലേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് റീസൈക്കിൾ ചെയ്ത് പല പുതിയ പ്രോഡക്ട്സുകളാക്കിയിട്ട് വീണ്ടും നമ്മുടെ മാർക്കറ്റിലോട്ട് കൊണ്ടുവരും. അപ്പൊ ശരിക്കും അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയല്ലേ? വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ തരുന്നത് അല്ലെ? സോ ഇതേപോലെയുള്ള ഓർഗാനിക് വേസ്റ്റുകള്, ഡ്രൈ വേസ്റ്റ്, ഹസാർഡസ് എന്ന് വെച്ചാൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ? അപ്പൊ നമുക്ക് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, സാനിറ്ററി വേസ്റ്റുകൾ ഉണ്ടാവും, ടോയ്ലറ്റ് വേസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ
എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ ഡസ്റ്റ്ബിന്നുകൾ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഓരോരോ ഡസ്റ്റ്ബിന്നിലും കൊണ്ടിടണം. കാരണം നിങ്ങൾ എല്ലാ വേസ്റ്റും ഒന്നിച്ചൊരു ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാൻ പാടില്ല. അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ കളർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കളറിനനുസരിച്ച് വേണം നമ്മൾ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടാൻ. ഇപ്പൊ വെറ്റ് വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ്, സാനിറ്ററി, ഈ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും കറക്റ്റ് ആയിട്ടുള്ള ഡസ്റ്റ്ബിന്നുകൾ ഉണ്ട്. അതിൽ വേണം നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പൊ പ്ലാസ്റ്റിക് പോലെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹൗസുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ വരുന്ന റീസൈക്ലേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അവരത് വീണ്ടും റീയൂസ് ചെയ്യും. സോ ക്യാൻ യു നെയിം ദ കളർ ഓഫ് ദ ബിൻ യൂസ് ഫോർ ദ ഫോളോയിങ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ മക്കളെ ആൻസർ ചെയ്യുക? ഡ്രൈ വേസ്റ്റ് ഏത് ടൈപ്പിലാണ് നമ്മൾ വെക്കേണ്ടതെന്ന് അറിയോ? ബ്ലൂ ഡസ്റ്റ്ബിൻ. ബ്ലൂ ഡസ്റ്റ്ബിൻസ് കണ്ടിട്ടില്ലേ, അതിലാണ് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. വെറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പൊ ലിക്വിഡ് ടൈപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ ഡസ്റ്റ്ബിന്നിലാണ് ഇടേണ്ടത്. അപ്പൊ ഓരോരോ കളറുകൾ ഉണ്ട്. നമ്മൾ വെറുതെ കൊണ്ട് ഇടുന്നതല്ല, അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്ന് വെറുതെ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള വേസ്റ്റുകൾ ഇന്ന് ചിലപ്പോ നമുക്ക് ലേബൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കളർ ഇൻഡിക്കേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം ഇങ്ങനെയാണെന്നുള്ളത്. സെറ്റ് അല്ലടാ? അടുത്ത് നോക്കുക. ആസ് യുവർ പാരന്റ്സ് ടു ഫൈൻഡ് ഔട്ട് ദർ ഇസ് എനി ഐറ്റംസ് ദാറ്റ് ദേ ഹാഡ് സെറ്റ് aside ടു ഗീവ് ദ റീസൈക്ലേഴ്സ്, വാട്ട് ആർ ദി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ബോട്ടിൽസും ഓൾഡ് ന്യൂസ് പേപ്പേഴ്സും എം ടി ജാറുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇലക്ട്രോണിക് വേസ്റ്റും ഐറ്റംസ് ഒക്കെ റീസൈക്ലേഴ്സിന് കൊടുക്കുന്നു. അതാണ് മിസ് പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിൽ മേ ബി അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഷുറായിട്ടും പറയണം, അങ്ങനെ വേണം ചെയ്യാം. റെഡി? ഇനി മിസ്സിന്റെ ഒരു ഡൗട്ട് ആണേ, നമ്മുടെ ഈ സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന സമയത്തെ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് വരാറില്ലേ? ഭയങ്കര ഹോട്ട് ഫീൽ ചെയ്യാറില്ലേ? അതേസമയം ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യാറില്ലല്ലോ. വൈ? എന്തുകൊണ്ടാണ്? അതേപോലെ നിങ്ങൾക്ക് ഒരു റൂം തന്നിട്ട് അവിടെ ബ്ലാക്ക് കളറിലുള്ള പെയിന്റ് അടിച്ചിട്ടുണ്ടോ വിചാരിച്ചോ? ആ റൂമിൽ നിൽക്കുമ്പോഴാണോ വൈറ്റിൽ നിൽക്കുമ്പോൾ, വൈറ്റ് പെയിന്റ് അടിച്ച റൂമിൽ നിൽക്കുന്ന സമയത്താണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂളായിട്ട് ഫീൽ ചെയ്യുക? ഓഫ് കോഴ്സ് വൈറ്റ് കളർ ആയിരിക്കും. വൈ? വാട്ട് ഈസ് ദ റീസൺ? ബ്ലാക്ക് ഈ പറഞ്ഞ നമ്മുടെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ് അല്ലേ? സോ ഇപ്പൊ നമ്മൾ ഹാവ് യു എവർ തോട്ട് വൈ സം റൂംസ് ഫീൽ വാമർ ദാൻ അതേഴ്സ്? എന്തുകൊണ്ടാണ് ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ വാമർ ആയിട്ടിരിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ പെയിന്റും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് പെയിന്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ നല്ല ഹോട്ട് ആയിരിക്കും. ട്രീസ് ദാറ്റ് ഗീവ് ഷെയ്ഡ് ആൻഡ് ക്ലാസ് റൂം വിത്ത് വിൻഡോസ് വെയർ ദ ബ്രീസ് ക്യാൻ കം ഔട്ട് ക്യാൻ മേക്ക് ദ ഡിഫറൻസ്. എ വൈറ്റ് റൂഫ് ക്യാൻ ഓൾസോ മേക്ക് ദ റൂഫ് കൂൾസ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട് സൺലൈറ്റ് ഹീറ്റ്. അപ്പൊ സൺലൈറ്റിന്റെ ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ആളുകളാണ് വൈറ്റ് കളർ ഉള്ളത്. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവന്മാർ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും, ഹീറ്റിനെ ഫുൾ അബ്സോർബ് ചെയ്യും. അപ്പൊ ഉള്ളതിനേക്കാൾ ഹോട്ട് നമുക്ക് ഫീൽ ചെയ്യും ബ്ലാക്ക് പെയിന്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. വൈറ്റ് റൂഫും കാര്യങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അതുകൊണ്ടാണ് മോസ്റ്റ്ലി എല്ലാ ഹൗസുകളും കാര്യങ്ങളൊക്കെ വൈറ്റ് കളറിൽ ചെയ്യുന്നത് കേട്ടോ. പഠിച്ചു വെക്കാം. റെഡി അല്ലേ? ഇനി അടുത്തത് വാട്ടർ സേവ് ചെയ്യാന്നുള്ളത് വെരി 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 ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന് മിസ് പറഞ്ഞില്ലേ? നമുക്കല്ലാതെ തന്നെ അറിയാം സേവ് വാട്ടർ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിന് വേണ്ടിയിട്ടും ഒരു മിഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ജൽ ശക്തി അഭിയാൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ജൽ ശക്തി അഭിയാൻ? ദ ജൽ ശക്തി അഭിയാൻ ഇസ് എ ക്യാമ്പയിൻ ടു സേവ് പ്രൊട്ടക്ട് വാട്ടർ. വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു മോട്ടോ വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ജൽ ശക്തി അഭിയാൻ. പേര് തന്നെ ഉണ്ട്, ജൽ ശക്തി അല്ലെ? സോ ഇറ്റ് എൻകറേജസ് പീപ്പിൾ ടു പ്ലാന്റ് ട്രീസ്, ക്യാച്ച് റെയിൻ വാട്ടർ, യൂസ് വാട്ടർ വൈസ്ലി. വാട്ടർ കറക്റ്റ് ആയിട്ട് വൈസ്ലി യൂസ് ചെയ്യുക. അതേപോലെ വാട്ടർ വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാതിരിക്കുക. ആൻഡ് സ്റ്റുഡൻസ് ഹെൽപ്പ് ഇൻ ഫിക്സിങ് ലീക്കും കാര്യങ്ങളൊക്കെ പൈപ്പിലുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. കളക്ടിങ് റെയിൻ വാട്ടർ മാക്സിമം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് അതേപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ വാട്ടറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. സോ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മെയിൻ ആയിട്ട് എന്താണ്? സേവ് വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മൾ എല്ലാവരും സെറ്റായിട്ട് ചെയ്തിരിക്കണം. റെഡി അല്ലേ? ഇനി നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾ എങ്ങനെയാ പോവുക? ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വെഹിക്കിൾസ് ആയിരിക്കും അല്ലെ? ഓട്ടോയോ ബസ്സോ, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പാരന്റ്സ് തന്നെ കൊണ്ടുവിടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ സ്കൂൾ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. നിങ്ങൾ പലപ്പോഴും ഇതേപോലെ സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഇപ്പൊ നമ്മള് നോ പാർക്കിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും, ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ സ്കൂൾ ഏരിയ, ഡേഞ്ചറസ്, പല സിമ്പിൾസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പല പല ഈ രീതിയിലുള്ള സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ശരിക്കും അത് വെറുതെ വെക്കുന്നതല്ല, നമ്മളത് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അല്ലെ? ഇപ്പൊ നോ പാർക്കിംഗ് ഏരിയ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല, കാരണം അവിടെ പാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ നോ സൗണ്ട് ഇടരുത് എന്ന് പറഞ്ഞിട്ട് നോ ഹോൺ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, നോ യൂ ടേൺ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഈ ട്രാഫിക് സൈൻസുകൾ നമുക്ക് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്കൂൾ ഏരിയാസിലൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയാണ്.
ഭയങ്കര രീതിയിൽ സ്പീഡും കാര്യങ്ങളൊന്നും കൂട്ടി വെഹിക്കിൾസ് പോകരുത് എന്നുള്ള സൈൻ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതേപോലെയുള്ള സൈൻ ബോർഡുകൾ നിങ്ങളുടെ ചുറ്റുമുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട്, പുറത്ത് ഏതൊക്കെ ഉണ്ട് നോക്കാം കേട്ടോ. സോ ട്രാഫിക് സൈൻസ് many accident happens on the road because people do not follow the traffic rule. ആ ട്രാഫിക് റൂൾ ഒബേ ചെയ്യാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നത്. അപ്പൊ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ടു നോ ദ റൂൾസ് ആൻഡ് ഫോളോ ദം, അല്ലെ? അപ്പൊ റൂൾസ് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. റെഡി അല്ലേ? അപ്പൊ ഇതേപോലുള്ള സൈനുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഇതേപോലെ കണ്ടോ, ട്രാഫിക് ലൈറ്റ്, പാർക്കിംഗ് സൈന്, സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളത് ഒബ്സർവ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അറിയാം, സ്കൂളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫയർ ഇഷ്യൂ വന്നു വിചാരിച്ചോ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്ത് പ്രിക്കോഷൻ എടുക്കാൻ പറ്റുക? നിങ്ങൾ എപ്പോഴും സേഫ്റ്റി നോക്കണം. അപ്പൊ നമുക്ക് ഇതൊന്നും വരാതിരിക്കട്ടെ, ബൈ ചാൻസ് എന്തെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് തന്നെ അറിയണ്ടേ ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാ സ്കൂളുകളിലും എല്ലാ ഹോസ്പിറ്റലും ഏതെടുത്താലും അതിനകത്ത് ഇതേപോലെയുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലേ? ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്തിനാ വെച്ചേക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് സഡൻ ആയിട്ടൊരു ഫയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സേഫ്റ്റി ഉണ്ടാകണം, അല്ലെ? അപ്പൊ ഫയർ സേഫ്റ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു നോ ഹൗ സ്റ്റേ സേഫ് ഫ്രം ദ ഡേഞ്ചറസ് ഫയർ. ഡേഞ്ചറസ് ആയിട്ടുള്ള ഫയറിൽ നിന്ന് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഈവൻ ഇഫ് ദി ഡു നോട്ട് ഹാപ്പൻ ഓഫൻ, ബീയിങ് പ്രിപ്പയർഡ് ക്യാൻ ഹെൽപ്പ് എവ്രി വൺ ടു ഫീൽ സേഫർ. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടെയൊക്കെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ചെയ്യേണ്ടത്, മൂവ് ക്വിക്ലി ആൻഡ് കാംലി ആൻഡ് നിയറസ്റ്റ് എക്സിസ്റ്റ് റൂട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പുറത്ത് പോകുന്ന ആ ഒരു റൂട്ടിലോട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പാനിക് ആവാതിരിക്കുക, ഒരുപാട് ഓവറായിട്ട് റണ്ണും കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ക്രൗൾ ലോ അണ്ടർ സ്മോക്ക് വിത്ത് യുവർ മൗത്ത് കവേർഡ്, ബ്രീത്ത് ക്ലീനർ എയർ. ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ക്രൗൾ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ക്ലോസറ്റും ബാത്റൂമിൽ എവിടെയാണോ പെട്ടെന്ന് കാണുന്നത് അവിടെ പോയി ഹൈഡ് ചെയ്യാൻ നിൽക്കരുത്. ഏറ്റവും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. പിന്നെ ഹെൽപ്പ് അതേഴ്സ് ഇഫ് ദേ ആർ സേഫ് ടു ഡു സോ, ബട്ട് നെവർ റിട്ടേൺ ടു ദ ബിൽഡിംഗ് വൺസ് യു ആർ ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ പോയി കഴിഞ്ഞിട്ട് മാക്സിമം പിന്നെ ഉള്ളോട്ട് പോകാതിരിക്കുക. പിന്നെ ബൈ ചാൻസ് അത്രയും ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേപോലെ നോക്കി സേഫ്റ്റി നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. സോ ഹെൽപ്പ് അതേഴ്സ്, ബാക്കിയുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ അസംബ്ലി പോയിന്റ് പോയിട്ട് എല്ലാവരോടും ഗ്രൂപ്പായി നിൽക്കാൻ പറയുക. എന്നിട്ട് നമുക്ക് സ്റ്റാഫും ടീച്ചേഴ്സും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരെങ്കിലും മിസ്സിംഗ് ആണോ ഇഞ്ചേർഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യാനുണ്ട്. നമ്മൾ വെറുതെ പോയിട്ട് സ്റ്റഡി ചെയ്ത് മാത്രം വരിക എന്നല്ല, മറിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആയിരിക്കണം സ്കൂൾ എന്ന് പറയുന്നത്. സോ സ്കൂൾ ഇസ് എ ഹാപ്പി പ്ലേസ്, അല്ലെ? ഹാപ്പി പ്ലേസ് ആയിരിക്കണം. സോ വി ഹാവ് എക്സ്പ്ലോർഡ് മെനി വേ ടു മേക്ക് അവർ സ്കൂൾ ഹാപ്പി പ്ലേസ് ബൈ സേവിംഗ് വാട്ടർ, മാനേജിംഗ് വേസ്റ്റ്, കീപ് ഇറ്റ് കൂൾ ആൻഡ് കെയറിംഗ് പ്ലാന്റ്സ്, പ്ലേസസ്, പീപ്പിൾ അറൌണ്ട് അസ്. ഇതേപോലെ നമ്മുടെ ചുറ്റുമുള്ള പീപ്പിൾ, അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത്രയും റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുക, അവരോട് ഭയങ്കര പൊളൈറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ലവ് ചെയ്യുക, ലവ് ഈച്ച് അതർ, അല്ലെ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ലവ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹാപ്പി ഡേയ്സ് ആക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വളരെ കുറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചാപ്റ്റർ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലുള്ള കുറെ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന് അറിയാം. അപ്പൊ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുഴിക്കോള മക്കളെ, ഉഷാറായിട്ട് നമുക്ക് ഈ ഒരു വർഷം സെറ്റ് ആക്കാം. അപ്പൊ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടിപൊളിയാക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.